എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് നമ്മളിപ്പോൾ എടുക്കുന്ന ഏതാണ്ട് മൂന്നാമത്തെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എമ്പുരാൻ സിനിമയുടെ അഭിനേതാവായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ പിന്നിൽ സമ്മർദ്ദമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം ഇതിൻ്റെ പിന്നിൽ വലിയ തോതിൽ സമ്മർദ്ദമുണ്ട്. അതിൽ തന്നെ വലിയൊരു പ്രത്യേകതയുള്ളത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ വോളണ്ടറിലി അവർ തന്നെ സെൻസർ ചെയ്യുകയാണ്. അതായത് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിരിക്കുന്നു, ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ തന്നെ സെൻസർ ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് പണ്ടേ മുതലേ അറിയാം മോഹൻലാലിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് വാഴപ്പിണ്ടിയേക്കാൾ ദുർബലമാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത് വാഴപ്പിണ്ടി നട്ടെല്ലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാഴപ്പിണ്ടികൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം മോഹൻലാൽ ഈ കാര്യത്തിലൊന്നും മാത്രമല്ല, മോഹൻലാലിനെ ആരാധിക്കുന്ന ആളുകളൊക്കെ തന്നെ അറിയേണ്ടത് മറ്റൊരു കാര്യത്തിലും, അതായത് ഇപ്പോൾ നടി കാറിൽ വെച്ച് പീഡിപ്പിക്കപ്പെടാൻ ഒരു കൊട്ടേഷൻ ബലാത്സംഗ ശ്രമത്തിൻ്റെ കേസിലാണെങ്കിലും ശരി, ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള സിനിമക്കകത്ത് കിടക്കുന്ന വൃത്തികേടുകളെക്കുറിച്ചാണെങ്കിലും ശരി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കമ എന്നൊരു അക്ഷരം മിണ്ടാത്ത ഒരാളാണ്, ഒരു തരത്തിലും പ്രതിഷേധിക്കാത്ത ഒരാളാണ്, പ്രതികരിക്കാത്ത ഒരാളാണ് മോഹൻലാൽ. കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതിന് ഞാൻ അദ്ദേഹത്തെ ഒന്നും കുറ്റം പറയുന്നില്ല, അത് ഷെയർ ചെയ്യുന്നതിന് പൃഥ്വിരാജ് സുകുമാരനെയും കുറ്റം പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടി നട്ടലുള്ള ഒരാളാണ്. പക്ഷേ കുറ്റം പറയാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഇവരൊക്കെ തന്നെ വലിയ തോതിൽ ബിസിനസ്സുകൾ നടത്തുന്ന ഒരാളാണ്, ഒളിച്ചു വെക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാൾക്കാരാണ്. അതുപോലെ ഗോകുലം ഗോപാലനാണ് ഇതിൻ്റെ നിർമ്മാതാവ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നവർക്കറിയാം. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സിൻ്റെയും കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം വന്നാൽ പിടിച്ചു നിൽക്കലൊന്നും അത്ര ബുദ്ധിമുട്ടല്ല. മിക്കവാറും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോകുലം ഗോപാലനൊന്നും അതൊട്ടും എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇതൊരു കൂട്ട് ബിസിനസ്സാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഒറ്റക്കൊരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം കൂടി വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ മോഹൻലാലിനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയുക ഈ ഒരു കാര്യം പോട്ടെ. ഇപ്പോൾ ഇതിലയാൾ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാൾ അയാൾക്ക് സ്വന്തമായി പ്രതികരിച്ചാൽ അയാളുടെ സിനിമകളിലൊന്നും ഒരു വൃത്തികേടും നടക്കാതിരിക്കും. പക്ഷെ അതിന് പോലും ഒരു ചെറുവിരൽ അനക്കാത്ത ഒരാളാണ്, പകരം സ്ക്രീനിൽ മാത്രം പുലിമുരുകനായിട്ടൊക്കെ അവതരിക്കുന്ന ഒരാളാണ്. ഇതിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളെയും രാഷ്ട്രീയക്കാരെയൊക്കെ സമ്മതിക്കണം. കാരണം അവരൊക്കെ കാശ് മേടിച്ചും കാശ് മേടിക്കാതെയും പോഴന്മാരായതുകൊണ്ടുമൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ആവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പത്മഭൂഷൺ തിരിച്ചെടുക്കണമെന്നും ലെഫ്റ്റനൻറ്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നും ഒക്കെയാണ്. അതായത് ഇദ്ദേഹത്തിനൊക്കെ എന്തിനാണ് ഈ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ഒരാൾ സിനിമയിൽ കേണലായി അവതരിപ്പിക്കുന്നു, അപ്പോൾ തന്നെ അയാൾക്ക് കേണൽ പദവി കൊടുക്കുന്നു. ഇനി നമ്മുടെയൊക്കെ ഭാഗ്യത്തിനാണെന്ന് വിചാരിക്കാം, ഒരാൾ ഡോക്ടറായിട്ട് ഒരു 10-20 സിനിമകളിൽ അഭിനയിച്ചു, അപ്പോൾ അയാൾക്ക് ഡോക്ടർ പദവി കൊടുത്ത് നമ്മളെ ചികിത്സിക്കാൻ പറയുന്ന ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അത്ര മണ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികളാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്. അതൊക്കെ AK ആൻ്റണിയൊക്കെ പോലെയുള്ള മരവാഴകളൊക്കെ തന്നെ ഇതുപോലെ കൊടുത്തിട്ടുള്ള പണിയാണ് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. അദ്ദേഹമൊക്കെ സംശുദ്ധനായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന പല ആളുകളും പറയുന്നത് അദ്ദേഹം ഒരു തിരുമണ്ടനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലെഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുക്കുന്നു, അത് തിരിച്ചെടുക്കണമെന്നൊക്കെയാണ്. അത് തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇനി തിരിച്ചെടുത്താലോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം. കാരണം അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മോഹൻലാൽ മേടിച്ചെടുത്തതെന്ന് കേൾക്കുന്നു. എന്താണെങ്കിലും മോഹൻലാൽ ഒരു ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു. ഇനി ഇതിന് ശേഷം ചില ആളുകളൊക്കെ പറയുന്നത് നമ്മുടെ നാട് ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പോൾ സന്ദേശം പോലൊരു സിനിമ അത് ഒരുപാട് വിമർശിക്കപ്പെട്ടല്ലോ CPM-ൻ്റെ കാര്യത്തിലും അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും. പക്ഷേ എന്നിട്ടും അതൊന്നും എന്തുകൊണ്ടാണ് ഇത്ര വലിയ മലയാളികൾ വലിയ ആസ്വാദനത്തോടെ കാണുന്നു, ആരും അതിനെ എതിർത്തില്ലല്ലോ എന്നാണ്. അതും ഇതുമൊക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുകൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കുന്നു. കാരണം സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമ വളരെ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയതെങ്കിൽ അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അതല്ല കഥ. ഇവിടെ കഥ എന്ന് പറയുന്നത് സംഘപരിവാറും അതുപോലെ അവരുടെ സംഘടനകളുമൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഗോദ്ര കലാപവും ആ കലാപത്തോട് ചേർന്നുണ്ടായിട്ടുള്ള വലിയ അക്രമ സംഭവങ്ങളുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും 2002 ഫെബ്രുവരി 27 ഉണ്ടായിട്ടുള്ള ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരാൾ കാണിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്, കേരളത്തിലേക്ക് 2026 പ്ലാൻ തന്നെ തകർന്നു പോയേക്കാം എന്നുള്ളതൊക്കെ കൃത്യമായി അറിയാവുന്നവരാണ് ഇതിൻ്റെ പുറത്ത് പ്രശ്നമുണ്ടാക്കുന്നത്. ഇത് നമുക്കറിയാം. ഇത് ഗാന്ധി വധമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ ഡിമോളിഷൻ ആണെങ്കിലും ഒക്കെ തന്നെ
പലപ്പോഴും അധികാരത്തിലേക്ക് എത്താൻ ഉപയോഗിച്ച ചില ചവിട്ടുപടികളൊക്കെ തന്നെ മറക്കാൻ മറക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണിവർ. ഇതിൽ തന്നെ ഞാൻ പലപ്പോഴും എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഞാൻ നിങ്ങളോട് പറയാം. ഇത് RSSും സംഘപരിവാറും ഒക്കെ തന്നെ ഇത് പലതവണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും BJP ഒരു അധികാരത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ പാർട്ടികളായി മാറിയപ്പോൾ അവർക്ക് പലപ്പോഴും പല മിതത്വവും ഒക്കെ പാലിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഐഡിയോളജികളിലും അവരുടെ പ്രവൃത്തികളിലുമൊക്കെ ചില വലിയ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ഇവിടെ വലിയ തോതിലുള്ള വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നാളെ ഇനിയിപ്പോൾ PFI ആണെങ്കിലും SDPI ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളാണെങ്കിലും അതിതീവ്ര സംഘടനകളാണെങ്കിലും അവരൊക്കെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഒരു മജോറിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെയൊക്കെ നിലപാടുകൾക്ക് മാറ്റം വരും എന്നുള്ളതാണ് ഒന്ന്. ഇനി അതുകൊണ്ട് തന്നെ ഇത് സന്ദേശം പോലെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വിമർശനമായി ഇതിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അതും ഇതുമൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഈ കേരളത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള അധികാരം ഉപയോഗിച്ച് അവരെ ഭയപ്പെടുത്താൻ തീരുമാനിക്കുന്നതൊന്നും ആദ്യമായിട്ടല്ല. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും. പക്ഷേ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണം വന്നാലോ എന്നൊക്കെ ഭയപ്പെടുത്തുകയാണ്. കാരണം ഇവർക്ക് ഒരുപാട് മോഹങ്ങളും വളരെ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളും അതൊക്കെ തടസ്സപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഇവരിതിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതേസമയം TP51 എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നല്ലോ. ആ സിനിമക്കെതിരെയും ഇതുപോലെ തന്നെ വലിയ തോതിൽ വാളെടുക്കലുകൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഇനി TP51 എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമല്ല, ആ സിനിമയ്ക്ക് മുമ്പ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ഇതുപോലെ മുരളി ഗോപി തന്നെ എഴുതിയതാണ്. ആ മുരളി ഗോപി എഴുതിയിട്ടുള്ള സിനിമക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അത് പിന്നെ 50 ദിവസത്തോളമൊക്കെ ഓടിയിരുന്നു. ഇനി ഇതിനു മുമ്പ് നമുക്കറിയാം ഇവിടെ മതവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അധികാരമുള്ള പല സ്ഥാപനങ്ങളും തന്നെ ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. അത് ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ആ ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറിവ് എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന നിലപാടുകൾ എടുത്തിട്ടുള്ള ഈ ബിഷപ്പടക്കമുള്ള ക്രിസ്ത്യൻ സമൂഹം RC കമ്മ്യൂണിറ്റി അടക്കമുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ എതിരെ നിലപാടുകൾ എടുത്തു. അതിൻ്റെ PM ആൻ്റണി എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് ചെന്ന് നാടകം തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം ജയിലിൽ കിടന്ന് എഴുതിയിട്ടുള്ള ഒരു നാടകത്തിന്, അതായത് മണ്ടേലക്ക് സ്നേഹപൂർവ്വം മിന്നി എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അത്തരത്തിൽ എഴുതിയിട്ടുള്ള ഒരു നാടകത്തിന് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരാളാണ്. അദ്ദേഹം ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ആയിരുന്ന കുറച്ചുകൂടി തീവ്ര നിലപാടുകളുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. പിന്നീട് കേരളം അത് നിരോധിക്കുകയാണ് ചെയ്തത് എന്നുള്ളതൊന്നും നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇക്കാലത്ത് കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഭരണകൂടങ്ങൾ മാത്രമല്ല, ഭരണകൂടങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ ബുദ്ധിയില്ലാത്ത ഒരു സമൂഹത്തെ കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അവർ പലപ്പോഴും വളരെ വൈകാരികമായി പ്രതികരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് നമ്മളിപ്പോൾ 2002 മുതൽ അല്ലെങ്കിൽ നിർമാല്യം എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത് പോലെ ഇന്ന് വരെയുള്ള കേരള പശ്ചാത്തലം നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രിയുണ്ട് മഹാരാഷ്ട്രയുടെ. അദ്ദേഹത്തിനെതിരെ കുണാൽ കമ്ര എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ അദ്ദേഹത്തിലൊരു യൂട്യൂബ് വീഡിയോ ഇടുന്നു. ആ യൂട്യൂബ് വീഡിയോ കുണാൽ കമ്ര എന്ന് പറയുന്ന ഒരാളൊരു യൂട്യൂബ് വീഡിയോ ഇടുന്നു. ആ യൂട്യൂബ് വീഡിയോയിൽ ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് എന്ന് ആരോപിക്കപ്പെടുന്നു. അവർ പേരും പറഞ്ഞിട്ടില്ല. പരിഹസിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുന്നു. ആ പാട്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ആ പാട്ടെന്ന് പറയുന്നത് താനെയിൽ നിന്ന് ഒരു റിക്ഷ വന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ താനെയിൽ നിന്ന് ഒരു റിക്ഷ വന്നു, കണ്ണാടി ഉണ്ടായിരുന്നു, താടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് പുരോഗമിക്കുന്നത്. ആ പാട്ട് പുരോഗമിക്കുമ്പോൾ പിന്നെ ഹി ലുക്സ് ലൈക്ക് എ ട്രൈറ്റർ എന്നുള്ളതാണ് അടുത്ത വരി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ട്രൈറ്റർ ആയിരുന്നു അയാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾ പ്രജാപതിയായി, പ്രജാപീഡകനായി, സ്വേച്ഛാധിപതിയായി എന്നൊക്കെ പറഞ്ഞാണ് ആ പാട്ടുകൾ പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിനെതിരെ വലിയ തോതിലുള്ള ഈ കുണാൽ കമ്രക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ രീതികൾ കൂടി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കുണാൽ കമ്രക്കെതിരെയുള്ള പ്രതിഷേധത്തിലൊന്ന്, ഈ കുണാൽ കമ്ര വീഡിയോ ഷൂട്ട് ചെയ്തത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്.
അപ്പോൾ അവിടേക്ക് ഹാബിറ്റാറ്റിലേക്ക് നിരവധി ആളുകൾ ചെല്ലുന്നു. ആളുകൾ പറയുന്നു ഈ ഹാബിറ്റാറ്റിൽ കുണാൽ കമ്ര എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിലൊരാൾ പറയുന്ന ഒരു കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മഹാരാഷ്ട്രയിലാണ്. അവിടെയുള്ള ആളുകൾ പറയുന്നത് കുണാൽ കമ്രയെ ഞാൻ 2 മിനിറ്റ് മുമ്പ് ഇപ്പോൾ വീഡിയോയിൽ ഇവിടെ നിൽക്കുന്നതായിട്ട് കണ്ടേ ഉള്ളൂ, പിന്നെ അയാൾ എവിടെ പോയതാണ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ദിവസങ്ങളായിരുന്നു. അതിനുശേഷം അയാൾ പോയിട്ടുണ്ടാവുമെന്ന് പറയുന്നത് ബോധം പോലും ഇല്ലാത്ത ആളുകളാണ്. ഇത് ഹിന്ദിയിൽ ഇപ്പോൾ മറ്റൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതായത് നെഹ്റുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇവർ വന്നിട്ട് ജവഹർലാൽ നെഹ്റു ഞാനിപ്പോൾ കണ്ടേ ഉള്ളൂ, എവിടെ നെഹ്റു എന്ന് പറഞ്ഞ് ചോദിക്കുമെന്നാണ്. അപ്പോൾ ഇതേപോലെയുള്ള എന്ന് പറഞ്ഞാൽ ഒട്ടും ബോധമില്ലാത്ത ആളുകളെ നമ്മുടെ രാജ്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അത് കേരളത്തിലേക്കുമൊക്കെ നീണ്ടുവരുന്നു ഈ പറയുന്ന എമ്പുരാൻ്റെ കാര്യത്തിൽ. കാരണം ഒരു ബോധവുമില്ലാതെ ഈ സംഘപരിവാറിൻ്റെ ആളുകളൊക്കെ തന്നെ ഇതിനെ എതിർക്കാൻ ഇറങ്ങുന്നു. ഇതിനെ എതിർത്തില്ലെങ്കിൽ ഇതൊരു സാധാരണ സിനിമയെ അങ്ങോട്ട് പോകുമായിരുന്നു. ഇനി ഈ കുണാൽ കമ്രയുടെ കേസിൽ മറ്റ് 2 രംഗങ്ങൾ കൂടി ഉണ്ട്. അതും നമുക്ക് ആർത്ത് ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന്, ഈ വളരെ ഇപ്പോൾ ഒരു വീഡിയോ ലീക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുണാൽ കമ്രയെ ഒരാൾ വിളിക്കുകയാണ്. ആ കുണാൽ കമ്രയെ ഒരാൾ വിളിക്കുമ്പോൾ അയാൾ പറയുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ നിങ്ങൾ കളിയാക്കിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ കുണാൽ കമ്ര തിരിച്ചു പറയുകയാണ് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയല്ല ഉപമുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നു. അയാൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുണാൽ കമ്ര പറയുന്നത് കേൾക്കുന്നതായിട്ടാണ് ആ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ കുണാൽ കമ്രയെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ ഒരാൾ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ കുണാൽ കമ്രയോട് ചോദിക്കുന്നു നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലാണ് എന്ന് പറയുന്നു. എങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് മാരേക്കാം, ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് നിങ്ങളെ അടിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ കുണാൽ കമ്രയോട് പിന്നെയും ചോദിക്കുന്നു എവിടെയാണെന്ന് പറയും തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൈസേ പഹൂഞ്ചേക, എങ്ങനെ അവിടെ എത്തും എന്നാണ് ഈ പറയുന്ന ആൾ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗുണ്ടയാണ്, അനുയായിയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നത് ഈ കൊല്ലാനുള്ള ആളോട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താനുള്ള വഴി കൂടി പറഞ്ഞു തരൂ, എന്നിട്ട് എങ്ങനെ എത്താമെന്നുള്ളത് കൂടി പറഞ്ഞു തരൂ, എങ്കിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളെ എന്ത് ചെയ്യാം, തല്ലാം കൊല്ലാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള കോമൺ സെൻസും ഇല്ലാത്ത ആളുകളെ കൊണ്ട് നമ്മുടെ രാജ്യവും നിറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ മറ്റു മറ്റ് സ്റ്റേറ്റുകളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുന്നതെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ അല്ല, ഇപ്പോൾ കേരളത്തിലേക്ക് കൂടി അതിൻ്റെ റീച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സിനിമ കണ്ട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമുണ്ടായുള്ളൂ. ഈ സിനിമ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. BJPയുടെ ഒരു പ്ലാനും തെറ്റില്ലായിരുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മഹാമണ്ടത്തരമായി പോയി എന്ന് പറയാതെ വയ്യ. ഇനി ഈ പണ്ടേ കണ്ടിട്ടുള്ള ഒരു റീലാണ് എം സ്വരാജും നമ്മുടെ TG മോഹൻദാസുമായിട്ടുള്ളൊരു ചർച്ച. അതായത് ഇത്തരത്തിലുള്ള റൈറ്റ് വിങ്ങുകളുടെ ഒരു ബുദ്ധിജീവിയാണ് TG മോഹൻദാസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ച ഞാനതിൻ്റെ റീല് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ റീല് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പലം നശിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള CPMകാർക്കൊന്നും ബോധമില്ലാത്തതുകൊണ്ട് അവരൊന്നും എതിർക്കാറില്ല. പകരം എം സ്വരാജ് ഇരുന്ന് കൃത്യമായി ചോദിക്കുന്നു ഇതിപ്പോൾ നിങ്ങൾ തെറ്റാണ് പറയുന്നത്, ഇത് പറഞ്ഞതാരാണ് എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ TG മോഹൻദാസ് പറയുന്നു അത് K ദാമോദരനാണ് എന്ന് പറയുന്നു. K ദാമോദരനാണ് എന്ന് പറയുമ്പോൾ മറ്റേ പ്രിയപ്പെട്ട നമ്മുടെ എം സ്വരാജ് പറയുന്നുണ്ട്. എം സ്വരാജ് പറയുന്നത് ഞാൻ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഉടനെ അഭിലാഷ് മോഹൻ പറയുന്നുണ്ട് എനിക്കറിയാവുന്നിടത്തോളം വെച്ച് അത് C കേശവനാണ്, യഥാർത്ഥത്തിൽ അത് C കേശവനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ TG മോഹൻദാസൊക്കെ അറിയാതെ നുണ പറയുകയാണ് എന്നുള്ളതാണ്. അതായത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് നുണ പറയുകയാണെന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട എം സ്വരാജ് പറഞ്ഞത്. പക്ഷേ പ്രിയപ്പെട്ട TG മോഹൻദാസ് അപ്പം തന്നെ 2-3 തവണ ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് K ദാമോദരനാണ് എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ദിവാകരൻ എന്നോ വേറെ ഏതെങ്കിലും പേരോ ഒന്നും പറയാതിരുന്ന ഭാഗ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുന്നതിൽ നമ്മുടെ ഏറ്റവും താഴേക്കിടയിലുള്ള അണികൾ മുതൽ ഇത്തരത്തിലുള്ള ബുദ്ധിജീവികൾ വരെ പെട്ടിരിക്കുന്നു എന്നുള്ളതും അവരൊന്നും അത് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഇത്തരത്തിൽ അന്തം കമ്മികളെ പോലെ തന്നെ അന്തം സുടുക്കളുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അന്തം സംഖ്യകളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട് പൊളിറ്റിക്കലി വളരെയധികം വിവരമുള്ള, പൊളിറ്റിക്കലി അവെയറായിട്ടുള്ള, പൊളിറ്റിക്കലി എക്വിപ്ഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ഒരു നോളജ് ഇക്കോണമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തല്ലാനുള്ളവരെ വിളിച്ചിട്ട് അവിടേക്ക് എങ്ങനെ എത്തും ബായ് എന്ന് ചോദിക്കാനുള്ള വിവരമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് തല്ലാനുള്ളവരെ വിളിച്ചിട്ട് ഈ പറയുന്ന ഞങ്ങൾ 5 മിനിറ്റ് മുമ്പ് ഇവരെ യൂട്യൂബിൽ മൊബൈലിൽ ഇപ്പോൾ കണ്ടേ ഉള്ളൂ, എന്നിട്ട് അവൻ എവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടിയുണ്ട്. ഈ കുനാൽ കമ്രയ്ക്കെതിരെ വലിയ പ്രകടനം നടത്തുകയാണ്. അപ്പോൾ കുനാൽ കമ്രയ്ക്കെതിരെ പ്രകടനം നടത്തുമ്പോൾ അവിടെയുള്ള പ്രകടനക്കാർ വിളിക്കുന്നത് കുനാൽ കൽവറ എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും കൃത്യമായി അറിയാതെ, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും കാണാതെ ഇത്തരത്തിൽ അന്ധമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ നടന്ന് മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനും ഒക്കെയുള്ള ആളുകളുടെ നമ്പർ
കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് 51 വെട്ടുവെട്ടിയതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ലൂസിഫറിന് 17 വെട്ടുകൾ വെട്ടേണ്ടി വരുന്നതും എന്നുള്ളത് കാണാതിരുന്നുകൂടാ. അതാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തേണ്ടത്.